ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി അവിടെ കുറച്ച് ക്ലീനാക്കിയ മത്തി എടുത്തിട്ടുണ്ട്, ഒരു പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരന ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. പപ്പായ മത്തി തോരനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ മത്തി വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വിസിലാണ് കുക്കറിൽ അടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പപ്പായ തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, ശകലം സവാള ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും മതി കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ നിങ്ങൾ ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ തോരൻ എങ്ങനെയാണോ നമ്മൾ ചതച്ചെടുക്കുന്നത് അതേ രീതിയിൽ ചതച്ചെടുത്താൽ മതി. നമ്മുടെ മത്തി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം ഞാൻ പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുള്ള് മാറ്റി എടുക്കണം. അപ്പം ഞാൻ മത്തിയുടെ മുള്ളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി. അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അപ്പം നമ്മുടെ പപ്പായ ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പം അരപ്പും വെന്ത് കിട്ടും, പപ്പായയും വെന്ത് കിട്ടും. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇതിനകത്ത് വേവാൻ ആവശ്യമായ വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് ആവിയിൽ തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം അരപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം പപ്പായയും അരപ്പും വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.